ഹലോ സ്റ്റുഡൻസ്, തിയറം 8 ഒരു കൊറോളറി കൂടി ഉണ്ട്. അത് നമ്മൾ തിയറം 6ഉം തിയറം 8ഉം കൂടെ കണക്ട് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നതാണ്. ടോപ്പോളജിക്കൽ പ്രോഡക്റ്റ് ഓഫ് സ്പേസസ് ഈസ് ടിക്നോഫ് ഇഫ് ആൻഡ് ഓൺലി ഈച്ച് കോർഡിനേറ്റ് സ്പേസ് ഈസ് സോ. ഇതിന്റെ പ്രൂഫിലേക്ക് വരുമ്പോൾ നമ്മൾ തിയറം ഈ പ്രോഡക്റ്റീവ് പ്രോപ്പർട്ടിയുടെ തിയറം ആദ്യത്തെ തിയറം 6ൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്നോഫ് എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ്ലി റെഗുലർ പ്ലസ് T1 ആണ്. പ്രോഡക്റ്റ് എൻ്റെ തിയറം 6ന്റെ ഒരു കുറച്ച് പാർട്ടാ. പ്രോഡക്റ്റ് ഈസ് T1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് പ്രോഡക്റ്റ് എക്സ് ഇസ് T1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് xj ഈച്ച് xj സോ ഫോർ ഓൾ j. എല്ലാ jക്കും xj T1 ആണെങ്കിൽ, അല്ലെ എക്സ് T1 ആണെങ്കിൽ എല്ലാ xjയും T1 ആണ്. അപ്പോൾ അതാണ് തിയറം 6ൽ പറഞ്ഞത്. ഇപ്പോൾ തിയറം 8ൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? Topological product is completely regular if and only if each coordinate space is so. രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ കംപ്ലീറ്റ്ലി റെഗുലർ പ്ലസ് T1 എന്ന് പറയുന്നത് ടിക്നോഫ് ആണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും കംപ്ലീറ്റ്ലി റെഗുലറിനും T1 ഇതുണ്ട്. സോ ടോപ്പോളജിക്കൽ സ്പേസ് ഇസ് ടിക്നോഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് കോർഡിനേറ്റ് സ്പേസ് ഇസ് സോ. കംപ്ലീറ്റ്ലി റെഗുലാരിറ്റിയുടെ ഡെഫിനേഷൻ എഴുതണം. ഇത് ചോദിച്ചാൽ തിയറം 8 പ്രൂവ് ചെയ്യണം. തിയറം 8ന് തിയറം 7 അത്യാവശ്യമാണ്. എസ് ആയിട്ട് ചോദിക്കുന്നെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ലെമ്മ സ്റ്റേറ്റ് ചെയ്യുക, തിയറം 8 പ്രൂവ് ചെയ്യുക. ചെറിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ T1ന് ഇത് പ്രൂവ് ചെയ്യാൻ തിയറം 6ന്റെ മുഴുവൻ പാർട്ടൊന്നും വേണ്ട. റെഗുലാരിറ്റിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഭാഗം തിയറം 6ന്റെ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി, ഹോമിയോമോർഫിക് ഇമേജ് ഓഫ് എ സബ്സ്പേസ്, അങ്ങനെയുള്ള ഐഡിയ ഉപയോഗിച്ച് ഒരു ഭാഗം ചെയ്യാം. മറ്റേ ഭാഗത്തിൽ T2ന് ചെയ്തതുപോലെ T1ന് മാത്രമായിട്ട് ചെയ്യുക. അത്രയായാലും പ്രൂഫാകും. അത് പ്രൂഫ് എഴുതാനൊന്നുമില്ല, പഴയതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാനേ ഉള്ളൂ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് എ പ്രോഡക്റ്റ് ഓഫ് സ്പേസസ് ഈസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് കോർഡിനേറ്റ് സ്പേസ് ഈസ് സോ. ദിസ് ഈസ് ദ ലാസ്റ്റ് തിയറം ഓഫ് മൊഡ്യൂൾ 2. പ്രോഡക്റ്റ് ഓഫ് സ്പേസസ് ഈസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് കോർഡിനേറ്റ് സ്പേസ് ഈസ് സോ. സാധാരണ നമ്മൾ പ്രോഡക്റ്റിനുണ്ടെങ്കിൽ സബ്സ്പേസിന് പ്രൂവ് ചെയ്യാൻ ഹോമിയോമോർഫിസവും ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്നൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ T0, T1, T2 റെഗുലാരിറ്റി, കംപ്ലീറ്റ്ലി റെഗുലാരിറ്റി ഒക്കെ ഹെറിഡിറ്ററി പ്രോപ്പർട്ടീസ് ആയിരുന്നു. കണക്റ്റഡ്നെസ് ഹെറിഡിറ്ററി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ വഴി മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ് എന്നൊരു തിയറം നമ്മൾ കണക്റ്റഡ്നെസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ് സ്പേസിന്റെ കണ്ടിന്യൂസ് ഇമേജ് കണക്റ്റഡ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അതിനെന്താ മാർഗം? കണ്ടിന്യൂസ് ഫംഗ്ഷൻ വേണം. ഈച്ച് ഓഫ് ദ പ്രൊജക്ഷൻ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. πj ഫ്രം x ടു xj. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. πj ഓഫ് x എന്താ? xj ആണ്. xj ഈക്വൽ ടു കണ്ടിന്യൂസ് ഇമേജ് πj of x, continuous image of the projection function, continuous image of a connected space, given that product of spaces is connected. So if x is connected, continuous by the theorem, continuous image of a connected space is connected, considering projection function from x to xj, πj of x equal to xj is connected. Then xj equal to πj of x, πj continuous image of a connected space. xj πj of x, πj continuous, xj is continuous. അപ്പോൾ ഇതാണ് തിയറത്തിന്റെ ഒരു പാർട്ട് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഹെറിഡിറ്ററി ആണെങ്കിൽ നമുക്ക് ഹോമിയോമോർഫിസം എന്നുള്ള ഐഡിയ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഹെറിഡിറ്ററി എന്ന് പ്രൂവ് ചെയ്യാത്തതുണ്ട്. ഈ മാർഗമാണ് നമ്മൾ ഉപയോഗിക്കുക. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് കണക്റ്റഡ് എന്നുള്ളത് ഉപയോഗിച്ചു. ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ theorem. And for the second part of the theorem, we assume that each coordinate space is connected. കോൺവേഴ്സിൽ എല്ലാ xjയും കണക്റ്റഡ് ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അസംഷൻ എന്നാ? ഈച്ച് xj കണക്റ്റഡ്. എല്ലാ xjയും കണക്റ്റഡ് ആണ്. അപ്പോൾ അവരെ കൊണ്ട് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് x ഈക്വൽ ടു പ്രോഡക്റ്റ് xi കണക്റ്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മളുടെ ഉദ്ദേശം. x ഈക്വൽ ടു പ്രോഡക്റ്റ് xi കണക്റ്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് ദാറ്റ് x ഈക്വൽ ടു പ്രോഡക്റ്റ് xi കണക്റ്റഡ്. അതിനെന്നാ മാർഗം? കണക്റ്റഡ് ആണെങ്കിൽ ആ സ്പേസിന് കമ്പോണൻസിന്റെ ഐഡിയ ഉപയോഗിക്കുന്നു. ഒരൊറ്റ കമ്പോണന്റേ ഉള്ളൂ. അപ്പം ഞാൻ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് എടുക്കുന്നു. x ഈക്വൽ ടു പ്രോഡക്റ്റ് ഒരു പാർട്ട് കഴിഞ്ഞില്ല, നമുക്ക്
കമ്മിറ്റഡ് പാർട്ട് ഓഫ് റിലേഷൻ. അപ്പോൾ എല്ലാ എക്സൈസും അല്ലെ എക്സ്ജേസും കണക്റ്റഡ് ആണെങ്കിൽ പ്രോഡക്റ്റ് എക്സ് കണക്റ്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സിന് ഒറ്റ കമ്പോണന്റേ ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ എക്സിൽ ഏത് എലമെന്റ് വേണേലും എടുക്കാം. ഇപ്പോൾ ഒരെണ്ണത്തിനെ അങ്ങ് ഫിക്സ് ചെയ്യുക. എക്സ് എലമെന്റ് ഓഫ് എക്സിനെ ഫിക്സ് ചെയ്യാൻ പോവാം. ഒരു എക്സ് എലമെന്റ് ഓഫ് എക്സ് എടുത്ത് വെച്ച് നോക്കാൻ പോവാം. ഇപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്താൽ അടുത്ത് നമുക്ക് വേറെ ഇടത്ത് ഫിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാം. സോ എക്സ് ഈസ് ആർബിറ്ററി ആണ് എന്നുള്ളത് ഉറപ്പാണ്. എക്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എക്സൈയിലെ എലമെന്റ് ആയതുകൊണ്ട് എക്സിന് കോർഡിനേറ്റ്സ് ഉണ്ട്. എക്സിന്റെ കോർഡിനേറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയാണ് എഴുതുക. എക്സ് ഈക്വൽ ടു എക്സ് ഐ എലമെന്റ് ഓഫ് ഐ. എക്സിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ആർബിട്രറി ഇൻഡെക്സ് സെറ്റ് ഐ എലമെന്റ് ഓഫ് ഐ. ഫസ്റ്റ് കോർഡിനേറ്റ് x1 ആണ്. ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആ കോർഡിനേറ്റ്സിനെ അറിയാൻ വേണ്ടിയാണ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ എക്സ് ഐ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്പേസ് എക്സിലെ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതിനെ ഇങ്ങനെയാണ് അതിൻ്റെ എക്സ് ഐയിലുള്ള കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സ് ഐ ആണ് എന്നറിയാൻ വേണ്ടി പോയിന്റ് എക്സിനെ പ്രോഡക്റ്റിലെ ഒരു പോയിന്റ് എക്സിനെ കോർഡിനേറ്റ്സ് കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് എക്സ് ഐ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നു. ഇനി ഒരേ ഒരു കമ്പോണന്റ് സ്പേസിനുള്ളൂ എന്ന് പ്രൂവ് ചെയ്യാൻ സി ബി ദ കമ്പോണന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് കണ്ടെയ്നിങ് ദ പോയിന്റ് എക്സ്. ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണന്റ് സി ആണ് എന്ന് വിചാരിക്കുക. ഈ പ്രൂഫിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സി ഡെൻസ് ഇൻ എക്സ് എന്നാണ്. പ്രൂവ് ചെയ്യാൻ പോകുന്നത് സി ഡെൻസ് ഇൻ എക്സ് എന്നാണ്. സി ഡെൻസ് ഇൻ എക്സ് എന്ന് കിട്ടിയില്ല അത് പ്രൂവ് ചെയ്യും. അപ്പോൾ സി ക്ലോഷർ എക്സ് ആണ്. സി ഡെൻസ് ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്താൽ സി ഡെൻസ് ഇൻ എക്സ് ഇംപ്ലൈസ് സി ക്ലോഷർ ഈക്വൽ ടു എക്സ്. പക്ഷെ സി എന്ന് പറയുന്നത് കമ്പോണന്റ് അല്ലേ? വി നോ ദാറ്റ് കമ്പോണൻസ് ആർ ക്ലോസ്ഡ്. കമ്പോണൻസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് സിയും സി ക്ലോസ്ഡ് സെറ്റിന്റെ ക്ലോഷറും ഈക്വൽ ആണ്. കമ്പോണൻസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് കമ്പോണൻസ് ആർ ക്ലോസ്ഡ് സെറ്റ്സ്. നമ്മൾ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ സി ഈക്വൽ ടു സി ക്ലോഷർ ഈക്വൽ ടു എക്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. സി ഈക്വൽ ടു സി ക്ലോഷർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഒരു പോയിന്റ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് സി എങ്കിൽ ആ സി എക്സ് ആണ്. വേറൊരു പോയിന്റ് വൈയെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണന്റ് ആണ് സി ഡാഷ് എങ്കിൽ ആ സി ഡാഷും എക്സ് തന്നെയാണ്. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അതിനർത്ഥം സ്പേസ് എക്സ് കണക്റ്റഡ് ആണ്. ഇതാണ് നമ്മളുടെ പ്രൂഫിന്റെ ബേസിക് ഐഡിയ. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് കിട്ടിയ സി ഡെൻസ് ഇൻ എക്സ് എന്ന് കിട്ടിയ നമ്മളുടെ റിസൾട്ട് ആയി എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് സി ഡെൻസ് ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. അപ്പോൾ സി ഡെൻസ് ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. പ്രൂവ് ചെയ്താൽ നമ്മളുടെ കാര്യം സാധിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സി ഡെൻസ് ഇൻ എക്സ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു സെറ്റ് ഡെൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏത് നോണിന്റെ ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ അകത്ത് സെറ്റ് ഡെൻസ് അതിനും സെറ്റിനും ഏത് സെറ്റാണോ ഡെൻസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അതിനും സെറ്റിനും കോമൺ ആയിട്ട് പോയിന്റ്സ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ടേക്ക് എ നോൺ-എംപ്റ്റി ഓപ്പൺ സെറ്റ് ജി നോട്ട് ഈക്വൽ ടു 5 ജി ഓപ്പൺ ഇൻ എക്സ് ജി ഓപ്പൺ സബ്സെറ്റ് ഓഫ് എക്സ്. ഏത് നോൺ-എംപ്റ്റി ഓപ്പൺ സെറ്റ് എടുത്താലും ഇപ്പോൾ നമുക്ക് കിട്ടേണ്ടത് സി ഇന്റർസെക്ഷൻ ജി നോട്ട് ഈക്വൽ ടു 5. അന്നേരം സി ഡെൻസ് ഇൻ എക്സ് എന്ന് നമുക്ക് കിട്ടും. എക്സിന്റെ ഏത് നോൺ-എംപ്റ്റി ഓപ്പൺ സെറ്റ് ജി എടുത്താലും സി ഇന്റർസെക്ഷൻ ജി നോട്ട് ഈക്വൽ ടു 5 എന്ന് കിട്ടിയാൽ സി ഡെൻസ് ആവും. അതുകൊണ്ട് നമ്മൾ നോൺ-എംപ്റ്റി ഓപ്പൺ സെറ്റ് ജി പരിഗണിച്ചു. അപ്പോൾ ഇത് പ്രോഡക്റ്റ് സ്പേസ് ആണ് എക്സ് എന്ന് ഓർക്കണം. അപ്പോൾ ജി ഒരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ ദെയർ എക്സ് ഇസ് എ ബേസിക് ഓപ്പൺ സെറ്റ്. ബേസിക് ഓപ്പൺ സെറ്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പലപ്പോഴും. ബേസ് എലമെന്റ് വി വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. ജി ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തൊരു ബേസ് എലമെന്റ് വി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വി എന്താ? വി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് വി ഐ ആണ്. പ്രോഡക്റ്റ് ഐ എലമെന്റ് ഓഫ് ഐ വി ഐ വേർ വി ഐ ഓപ്പൺ ഇൻ എക്സ് ഐ ആൻഡ് വി ഐ ഈക്വൽ ടു ബേസ് എലമെന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ആർബിട്രറി നമ്പർ ഓഫ് സ്പേസസ്. അപ്പം കൂടുതലും വി ഐ ഈക്വൽ ടു എക്സ് ഐ ആണ്. വി ഐ ഈക്വൽ ടു എക്സ് ഐ ആകാത്തത് ഏതൊക്കെയാ? I1 I2 എക്സെട്ര I1 I2 എക്സെട്ര IN ആണ് എന്ന് വിചാരിക്കുക. I1 I2 IN ഒഴികെ ബാക്കിയെല്ലാ വി ഐയും എക്സ് ഐ ആണ്. I1 I2 INൽ നമുക്ക് ഫുൾ സ്പേസസ് അല്ല വിയുടെ സൈഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സെറ്റാണ് വി. നമുക്ക്
സിയും ജിക്കും കോമൺ ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ. സിക്കും വിക്കും കോമൺ ഉണ്ടെങ്കിലും ആവുമല്ലോ, വി ഇസ് എ സബ്സെറ്റ് ഓഫ് ജി. അപ്പോൾ നമ്മൾ സിക്കും വിക്കും കോമൺ ഉണ്ടോ എന്ന് പറയാനായിട്ടാണ് വരിക. അപ്പോൾ വി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനൊരു സെറ്റ് പുതിയതായിട്ട് ഡിഫൈൻ ചെയ്യുക. ഇസഡ് എന്ന് പറയുന്ന സെറ്റ്. ഡിഫൈൻ ഇസഡ് ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഇസഡ് ഐ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഇസഡ് ഐ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പ്രോഡക്റ്റ് വി ഐയുമായിട്ട് ഒരു കമ്പാരിസൺ നടത്തിയിട്ടാണ്. പ്രോഡക്റ്റ് വി ഐയിൽ വി ഐ എല്ലാം ഓപ്പൺ സെറ്റ്സ് ആകണം. VI1, VI2, VIN എന്ന് പറയുന്ന കമ്പോണൻസ് മാത്രം റെസ്പെക്റ്റീവ് ഫുൾ സ്പേസസ് അല്ല, ബാക്കിയൊക്കെ ഫുൾ സ്പേസസ് ആണ്. ഇങ്ങനെയാണ് നമ്മളുടെ ബേസിക് ഓപ്പൺ സെറ്റ് പ്രോഡക്റ്റ് വി ഐ. അപ്പോൾ ഈ ബേസിക് ഓപ്പൺ സെറ്റിനെ കണ്ടിട്ടാണ് നമ്മൾ സെഡ് ഈക്വൽ ടു പ്രോഡക്റ്റ് സെഡ് ഐ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ VI1, VI2, VIN ഫുൾ സെറ്റ്സ് അല്ല. അപ്പോൾ ഇവിടെ ഇസഡ് ഐ VI1, VI2, VIN ഫുൾ സെറ്റ് അല്ല. അപ്പോൾ ZI1, ZI2, ZIN ഫുൾ സെറ്റ് ആകുന്നത് പോലെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ZIR ഈക്വൽ ടു XIR for R ഈക്വൽ ടു 1 to N. ഇവിടെ ഇതിന് ഫുൾ അല്ല, ഇപ്പം നമ്മൾ ഫുള്ളാക്കി. മറ്റേടത്ത് VIR എന്ന് പറയുന്ന സബ്സെറ്റ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു കുഞ്ഞ് സബ്സെറ്റിനെയാണ് ബാക്കിയുള്ള ഇത് കൂടുതലെണ്ണമുണ്ട്. ബാക്കിയുള്ള I നോട്ട് ഈക്വൽ ടു I1, I2, INൽ നമ്മൾ സൈഡ് ZI ഡിഫൈൻ ചെയ്യുന്നത് ZI ഈക്വൽ ടു മറ്റേടത്ത് ഫുൾ സ്പേസസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മളൊരു പോയിന്റ് എക്സ് എടുത്ത് വെച്ചിട്ടില്ലേ, ആ എക്സിന്റെ കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കോർഡിനേറ്റ് സ്പേസിലും ഈ എക്സിന്റെ കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കോർഡിനേറ്റ്സിനെയാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. Z1 എന്ന് പറയുന്ന സൈഡ് ആണെങ്കിൽ നമ്മൾ ഈ സ്പേസിന്റെ ഈ സെറ്റിന്റെ ഈ പോയിന്റിന്റെ ആദ്യത്തെ കോർഡിനേറ്റ് x1 എടുക്കും. Z5 പറയണമെങ്കിൽ എക്സിന്റെ 5th കോർഡിനേറ്റ് 1, 5 എന്ന് കോർഡിനേറ്റ് എണ്ണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ഇങ്ങനെയാണ്. ZI ഈക്വൽ ടു സിംഗിൾട്ടൺ XI പോലെയാണ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് I1, I2, INന് ZIR ഈക്വൽ ടു XIR എന്നുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണക്റ്റഡ്നെസ്സിൽ ചില റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിംഗിൾട്ടൺ X1 cross the space X2 is homeomorphic to X2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്രോസ് X3 കൂടെ ഉണ്ടെങ്കിൽ homeomorphic to X2 cross X3 എന്ന് നമുക്ക് ആ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നത് അങ്ങനെ ഒരു പ്രോഡക്റ്റ് എസഡയിൽ അങ്ങനെ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. XI1, XI2, XIR ഫുൾ സ്പേസസ് ആണ്, ബാക്കിയൊക്കെ സിംഗിൾട്ടൺ സെറ്റ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പം ഇതിൽ X1 ഉണ്ടെങ്കിൽ സിംഗിൾട്ടൺ X1 ക്രോസ് XI1 ക്രോസ് XI2 ക്രോസ് എക്സെട്ര XIR. സിംഗിൾട്ടൺ X1 എന്ന് എഴുതുന്നത് ശരിയാണോ എന്നറിയത്തില്ല. സിംഗിൾട്ടൺ X1 ക്രോസ് ദിസ് എന്ന് പറയുന്ന ഹോമിയോമോർഫിക് ടു XI1, ഹോമിയോമോർഫിക് ടു XI1 ക്രോസ് XI2 ക്രോസ് എക്സെട്ര ക്രോസ് XIN എന്ന് പറയാം. ഇതിൻ്റെ കൂടെ ക്രോസ് ദ പോയിന്റ് X2 ഓഫ് ദ സെക്കൻഡ് സ്പേസ് ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദിസ് ക്രോസ് ഉണ്ടായിരുന്നെങ്കിൽ ക്രോസ് X2 എന്ന് ആദ്യം എഴുതും, അത് കഴിഞ്ഞ് ഇതും പോവും. ദിസ് ഇസ് ഹോമിയോമോർഫിക് ടു XI1 ക്രോസ് എക്സെട്ര ക്രോസ് XIN എന്ന് നമുക്ക് പറയാം. ഇതൊരു പോയിന്റേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി എല്ലായിടത്തുനിന്നും എടുത്താലും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഇസഡൈ ആണ് ഞാൻ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നത്. പ്രോഡക്റ്റ് ഇസഡൈ ഈസ് ഹോമിയോമോർഫിക് ടു മറ്റടുത്ത് സിംഗിൾട്ടൺ X1, സിംഗിൾട്ടൺ X2, സിംഗിൾട്ടൺ അങ്ങനത്തെ സെറ്റുകളേ ഉള്ളൂ. പ്രോഡക്റ്റ് ഇസഡൈ ഈസ് ഹോമിയോമോർഫിക്. സിംഗിൾട്ടൺ ഒഴിവാക്കി ബാക്കിയുള്ളതിനോട് ഹോമിയോമോർഫിക്. സിംഗിൾട്ടൺ X1 ക്രോസ് X2 ഹോമിയോമോർഫിക് ടു X2. സിംഗിൾട്ടൺ X1 ക്രോസ് X2 ക്രോസ് X3 ഹോമിയോമോർഫിക് ടു ദ ലാർജർ സ്പേസ് പ്രോഡക്റ്റ് X2 ക്രോസ് X3. ഇപ്പൊ ഇവിടെ XI1 ക്രോസ് XI2 ക്രോസ് XIN അത് ഫുള്ളുള്ളൂ. അതിനോട് പ്രോഡക്റ്റ് ഇസഡൈ ഹോമിയോമോർഫിക് ആയിരിക്കും. XI1, XI2, XIN എന്ന് പറയുന്നത് എക്സൈസിൽ കുറേ എണ്ണമാണ്. ഈ പാർട്ടിൽ നമ്മുടെ അസംഷൻ ഈച്ച് കോർഡിനേറ്റ് സ്പേസ് ഈസ് കണക്റ്റഡ് എന്നാണ്. അപ്പൊ ഇവരെല്ലാവരും കണക്റ്റഡ് ആണ്. X1ഉം X2ഉം കണക്റ്റഡ് ആണ്, X1 ക്രോസ് X2 കണക്റ്റഡ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ അത് എക്സ്റ്റെൻഡ് ചെയ്താൽ അങ്ങനെ നമ്മൾ X1 ക്രോസ് X2 ക്രോസ് എക്സെട്ര XN കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കണക്റ്റഡ് ആണെങ്കിൽ ഈ സ്പേസ് കണക്റ്റഡ് ആണ്. ഈ സ്പേസ് കണക്റ്റഡ് ആണെങ്കിൽ അതിന്റെ ഹോമിയോമോർഫിക് ഇമേജ് ആണ് പ്രോഡക്റ്റ് ഇസഡൈ അല്ലെങ്കിൽ ഇസഡ്. അങ്ങനെ ഇസഡ് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. പഴയ ഓരോ റിസൾട്ടുകളാണ് കണക്റ്റഡ്നെസ്സിന്റെ. X1 ക്രോസ് സിംഗിൾട്ടൺ X1 ക്രോസ് X2 ഹോമിയോമോർഫിക് ടു
x2 എന്നുള്ള റിസൾട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. x1ഉം x2ഉം കണക്റ്റഡ് ആണെങ്കിൽ x1 ക്രോസ് x2 കണക്റ്റഡ് ആണ്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതൊക്കെ വെച്ചാണ് നമ്മൾ z കണക്റ്റഡ് ആണ് എന്ന്